നമസ്കാരം. നമസ്കാരം. കണ്ണൂരിൽ പി ജയരാജൻ തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ നമ്മുടെ കണ്ണൂരത്തെ MLA, കണ്ണൂർ ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു MLA അത് LDF നിന്ന് UDF വന്ന, അല്ലെങ്കിൽ സ്വകാര്യ എന്താ പറയുക സപ്പോർട്ടോട് കൂടി UDF പരസ്യ സപ്പോർട്ടോട് കൂടി ജയിച്ചു വന്ന കുഞ്ഞികൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, കണ്ണൂരിൽ പാർട്ടി പി ജയരാജൻ ഒറ്റപ്പെടുത്തിയതാണ് എന്നുള്ള കാര്യം പറയുന്നത്. അതിൻ്റെ മറ്റൊരു കുറേ ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് PV ജയരാജനെ, EP ജയരാജനൊക്കെ പോലത്തെ പല നേതാക്കന്മാർക്കും പാർട്ടി പ്രത്യേക കൺസെഷൻ കൊടുത്തു. പക്ഷേ പി ജയരാജൻ്റെ കാര്യം വരുമ്പോൾ പാർട്ടി വെട്ടിക്കളയുന്ന സമ്പ്രദായം ഉണ്ടായി. അദ്ദേഹത്തിനെതിരെ പാട്ട് എഴുതിയപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിച്ചു. അതേ ആൾക്കെതിരെ, പിണറായി വിജയനെതിരെ പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടായില്ല. പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കണ്ണൂരിൽ ഏറ്റവും മുതിർന്ന നേതാവും അതേപോലെ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ യഥാർത്ഥ ഐഡിയോളജി കീപ്പ് ചെയ്യുന്ന നേതാവ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പി ജയരാജനെ കുറിച്ച്. മാത്രമല്ല EP ജയരാജനെ പ്രകാശ് ജാവേദ്കർ കാണാൻ വന്നതിൽ ഒരു RSS ഡീലാണ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം പല കാര്യങ്ങളും ഇപ്പം വിജയിച്ചതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത്. സ്വകാര്യ മാധ്യമത്തിന് ഇന്നലെ കൊടുത്ത അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്? ക്രൈം നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം, പാർട്ടിക്കുള്ളിൽ നടന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മറനീക്കി സത്യമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ. നമ്മൾ കഴിഞ്ഞ 2005 മുതൽ ക്രൈം വിളിച്ചു പറയുന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പിണറായി വിജയൻ പാർട്ടിയെ വെട്ടിപ്പിടിക്കുകയാണെന്നും അതേപോലെ അഴിമതി വീരനാണെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ആദ്യമായി വെടിപൊട്ടിച്ചത് ക്രൈമാണ്. 2005 ഫെബ്രുവരി മാസത്തിലെ ക്രൈമിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ട് അന്ന് പ്രസിദ്ധീകരിച്ചത്. അന്നൊന്നും ആരും പിണറായി വിജയൻ കേരളം കണ്ട അഴിമതിക്കാരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉണ്ടാവില്ല. ആ സന്ദർഭത്തിലാണ് ക്രൈം വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ പേരിൽ ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ചു. മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ വന്ന് പെട്രോളും ഡീസലുമായി വന്ന് ഓഫീസ് കത്തിച്ചു. കോഴിക്കോട് ഓഫീസ് അവിടെ നിന്ന് ലാവ്ലിൻ കേസിൻ്റെ വിലപ്പെട്ട രേഖകൾ കടത്തി. മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ പേരിൽ വരേണ്ട 75 കോടി രൂപ പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി സിംഗപ്പൂരിലേക്ക് 75 കോടി വന്ന രേഖകൾ അദ്ദേഹം കടത്തിക്കൊണ്ടുപോയി. ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് പിണറായി വിജയൻ്റെ മകളെ അടക്കം കല്യാണം കഴിച്ചു. അദ്ദേഹം മന്ത്രിയായിരുന്നു, സ്ഥാനമാനങ്ങൾ കിട്ടിയതും. അപ്പം അത്രയും വിലപ്പെട്ട രേഖയാണ് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന്. അപ്പോൾ ക്രൈം കൊണ്ടുവന്ന രേഖകളെല്ലാം തന്നെ പിന്നീട് സത്യമാണെന്ന് ലോകം തന്നെ വിളിച്ചു പറയുകയാണ്. പാർട്ടിക്കുള്ളിൽ നടന്നിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ എങ്ങനെയാണ് ഇവിടെ ഭരിച്ചിരുന്നത്? അദ്ദേഹത്തിനെതിരെ 2020 നയതന്ത്ര പാക്കേജിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്ന് പറയുന്നത് ഞാനല്ലല്ലോ, സംസ്ഥാന BJP പ്രസിഡന്റാണ് K. സുരേന്ദ്രനാണ് പറഞ്ഞത്. പിണറായി വിജയൻ മാത്രമല്ല, മകളും ഭാര്യയും എല്ലാം തന്നെ അതിൽ പ്രതികളാണ് എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞു ഇതിൽ ഡോളർ കടത്തിയിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഡോളർ കടത്തി എന്ന് പറയുന്ന വിവരവും പുറത്തു വന്നതാണ്. ഇതേപോലെ തന്നെയാണ് ലൈഫ് മിഷൻ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വടക്കാഞ്ചേരി അവിടെ പ്രളയത്തിൽപ്പെട്ട ആളുകൾക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് UAE എന്നുള്ള ഒരു സന്നദ്ധ സംഘടന 19 കോടി രൂപ കൊടുത്തു. അത് ആരുടെ അക്കൗണ്ടിലാണ് വരാൻ പാടുള്ളൂ? ലൈഫ് മിഷൻ്റെ അക്കൗണ്ടിലേ വരാൻ പാടുള്ളൂ. ആരാണ് അതിൻ്റെ ചെയർമാൻ? പിണറായി വിജയൻ. എന്നാൽ പിണറായി വിജയൻ യൂണിടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരിലേക്ക് എത്തിച്ചു. അങ്ങനെ നിയമവിരുദ്ധമാണ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ വയലേഷനാണ്. എന്നിട്ട് ആ പണം അതിലേക്ക് വരിക മാത്രമല്ല, 19 കോടിയിൽ 9 കോടിയും തട്ടിയെടുത്തു. 9 കോടിയിൽ 1 കോടി റുപ്യ സ്വപ്ന സുരേഷിൻ്റെ ലോക്കറിലായിരുന്നു വെച്ചിരുന്നത്. അത് സ്വപ്ന സുരേഷ് 1 കോടി വെച്ചത് വീണ വിജയന് വേണ്ടിയിട്ടായിരുന്നു എന്ന് അവർ വേറെ പറഞ്ഞിട്ടുണ്ട്. അവർ കൃത്യമായി പറഞ്ഞത് ഞാനല്ല ചെയ്തത്, പിണറായി വിജയനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനാണ് ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ലൈഫ് മിഷൻ തട്ടിപ്പിൽ പോലെ തന്നെ നയതന്ത്ര പാക്കേജിലെ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നതെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് എന്നവർ ചോദ്യം ചെയ്തു. ഇതേപോലെ തന്നെയാണ് ഡോളർ കടത്തിയ കേസിൽ. ഇതെല്ലാം തന്നെ രേഖകളിലാണ്. ഹൈക്കോടതിയിൽ താഴെ കോടതിയിൽ അവർ ഇത് കൊടുത്തിട്ടുണ്ട്, 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് കസ്റ്റംസ് പിണറായി വിജയൻ്റെ അകത്ത് നിന്നിട്ട്. അപ്പോൾ ഇത്രയും കാലമായിട്ട് പിണറായി വിജയനെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയത് ആരാണ്? BJP ആണ്. BJPയിലെ പ്രമുഖരായ നേതാക്കന്മാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പം ഈ കുഞ്ഞികൃഷ്ണൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് EP ജയരാജനും ജാവേദ് അക്തറുമായിട്ടുള്ള ഒരു ഗൂഢാലോചനയും അതിൻ്റെ കാര്യങ്ങളാണ്. അത് തമ്മിൽ തന്നെ ഒരു ധാരണയുണ്ട്. ആ ധാരണ പുറത്താണ് കഴിഞ്ഞ 10 വർഷമായി BJPയും കേരളത്തിൽ CPM-നെതിരെ യാതൊരു നടപടിയില്ലാതെ ഇവർക്കെതിരെയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് വരുന്നത്. നമുക്കറിയാം EP ജയരാജനെതിരെ ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആരാണ് റിസോർട്ട് വാങ്ങിയത്?
നമ്മുടെ ഇപ്പോഴത്തെ BJP സംസ്ഥാന പ്രസിഡന്റാണ് രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പൊ രാജീവ് ചന്ദ്രശേഖരും ഇദ്ദേഹവും തമ്മിൽ ബന്ധമില്ല എന്ന് പറയാൻ പറ്റൂ? അവർ ഭയങ്കര അടുത്ത ബന്ധമാണ്. അപ്പം BJPയുടെ വോട്ട് CPMനും CPMന്റെ വോട്ട് BJPക്കും കൊടുക്കുക മാത്രമല്ല, ഇവിടെ നടന്നിട്ടുള്ള ഇത്തരം നിയമവിരുദ്ധമായ അല്ലെങ്കിൽ തട്ടിപ്പുകളെല്ലാം നടത്തിയിട്ടുള്ള ഈ CPM നേതാക്കന്മാരെ സംരക്ഷിച്ചിട്ടുള്ള അതാണ് BJPയുടെ ചരിത്രം. അതാണ് BJP ഇവിടെ വളരാതെ പോയത്. ഇത് ഞാൻ പറയുന്നതല്ല, BJPക്കുള്ളിൽ നിന്ന് തന്നെ വരുന്ന വിവരങ്ങളാണ് ഇതെല്ലാം തന്നെ. പല BJP നേതാക്കന്മാർക്കും ഈ ഇടപാടിലൂടെ, പിണറായി വിജയനുമായിട്ടുള്ള ഇടപാടിലൂടെ കോടിക്കണക്കിന് രൂപ വിദേശ നിക്ഷേപം ഉണ്ടായി എന്നുള്ള പറയുന്ന ആരോപണം പറയുന്നത് BJP നേതാക്കന്മാരാണ്. അപ്പോൾ നമുക്ക് വി കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിലേക്ക് വരാം. വി കുഞ്ഞികൃഷ്ണൻ പറയുന്ന ഈ P ജയരാജനെ കുറിച്ചിട്ടാണ്. സത്യത്തിൽ P ജയരാജനാണ് കണ്ണൂരിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ നേതാവ്. അദ്ദേഹത്തിന് PR ആർമി എന്നുള്ള പേരിൽ ഒരു അദ്ദേഹത്തിൻ്റെ ആരാധകർ കൂടിയ ഒരു സംഘടന രൂപീകരിച്ച് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു പാട്ട് എഴുതിയപ്പോൾ വലിയ കോലാഹലം വന്നു. പാർട്ടിക്കുള്ളിൽ വ്യക്തിപൂജ പാടാൻ പാടില്ല എന്നാണ്. ആ വ്യക്തിപൂജ പാടില്ല എന്ന് പറയുന്നിടത്ത് പിണറായി വിജയനെ തിരുവനന്തപുരത്ത് കാരണഭൂതൻ എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ രക്ഷകൻ, കാരണഭൂതനാണ്, ദൈവമായി ചിത്രീകരിച്ചുകൊണ്ട് പാട്ടെഴുതുകയും തിരുവാതിരക്കളിയും കളിച്ചപ്പോൾ, ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത തിരുവാതിരക്കളിയും കളിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? എന്നെ ഇത് എല്ലാവരും എതിർക്കുന്നു, ഇവിടെ എന്നെ സ്തുതിക്കുന്നു, ഞാൻ കുറച്ച് സ്തുതി കേട്ടോട്ടെ എന്നാണ്. അദ്ദേഹം തന്നെ P ജയരാജനെതിരെ നടപടി വേണമെന്ന് പറഞ്ഞ ഒരാളാണ്. അതേപോലെ VS അച്യുതാനന്ദനെതിരെ നടപടി വേണമെന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ അദ്ദേഹം സ്വയം വ്യക്തി പൂജയ്ക്ക് വിധേയമായപ്പോൾ അദ്ദേഹം അതിൻ്റെ ആളായി മാറുകയായിരുന്നു. അപ്പം P ജയരാജനെ പറ്റി ആരോപണം വന്നപ്പോൾ നടപടി, പിണറായി വിജയനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്തുതി, അദ്ദേഹത്തിന് സംരക്ഷണ കവചം. അപ്പൊ ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടന്നുകൊണ്ടിരുന്നത്. അവിടെ ഈ P ജയരാജൻ എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു ഡീല് രണ്ട് തരത്തിലാണ്, ബിസിനസ് ഡീലും ഉണ്ട്, പ്ലസ് BJPയുമായിട്ടുള്ള ഡീലും ഉണ്ട് നടന്നിരുന്നത്. അതേപോലെ പിണറായി വിജയനുമായിട്ടുള്ള ധാരണ ഇത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്രയും കാലം പിണറായി വിജയനെ തൊടാതിരുന്നത് എന്താണ്? ഈ 2020 ഈ പറയുന്ന കരിമണൽ കർത്തയുമായിട്ടുള്ള കേസിന്റെ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി ഇടന്തേ ഇത്രയും 6 വർഷം മുമ്പ് നടപടി എടുക്കാതിരുന്നത്? അമ്മയെ നടപടി എടുക്കാൻ കൊടുത്തതാണ്, പക്ഷെ പൂർത്തീകരിക്കപ്പെട്ടു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പിണറായി വിജയനും CPMന്റെ ഒരു ഭാഗവും തമ്മിൽ, പിണറായി അതല്ല BJPയിലെ ഒരു ഭാഗവും തമ്മിൽ ഇവിടെ ധാരണയുണ്ടെന്നും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്തുകയാണെന്നും കൃത്യമായിട്ട് ക്രൈം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 2021 ഇലക്ഷനിൽ ഏകദേശം 25 സീറ്റുകളിൽ ഇടതുപക്ഷം വിജയിക്കാൻ കാരണം ഈ വോട്ട് BJPയുടെ വോട്ട് മറഞ്ഞതുകൊണ്ടാണ് എന്നുള്ള രേഖകളും ക്രൈം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് 99 സീറ്റ് കിട്ടുന്നില്ല, BJPയുടെ സഹായത്തോടെ അവർ ഏകദേശം 25 സീറ്റ് വിജയിച്ചു പോയി. ഇപ്പോൾ രാജീവ് ഉണ്ടല്ലോ, കളമശ്ശേരിയിലെ രാജീവിൻ്റെ സ്ഥലത്ത് അതിന് മുമ്പത്തെ സമയത്ത് 18,000 വോട്ട് BJPക്ക് 18,000 വോട്ട് കിട്ടിയിരുന്നു. പക്ഷേ രാജീവ് ആ സമയത്ത് 2021 BJPക്ക് ആകെ കിട്ടിയ 4,000 വോട്ട്, ബാക്കി 14,000 വോട്ടാണ് മറച്ചു കിട്ടി. ഇതേപോലെ പല സ്ഥലത്തും മറച്ചിരുന്നു. അങ്ങനെയാണ് 2021 CPM വിജയിച്ചു പോയത്. പക്ഷെ ഇത്തവണ അതിനൊക്കെ മറികടക്കുന്ന ജനവിരുദ്ധമത ഉണ്ടാവുകയും CPMനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും CPM അണികൾ തന്നെ മാറിക്കുത്തുകയും ചെയ്തതോടുകൂടിയിട്ടാണ് ഇത്തവണ പിണറായി വിജയൻ അടി കിട്ടിയിരിക്കുന്നത്. ഇതിലിപ്പം കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജയരാജന്റെ ഉദാഹരണത്തിൽ അദ്ദേഹം പറഞ്ഞത് ലോക്സഭാ ഇലക്ഷനിൽ ജയരാജൻ മത്സരിച്ചു. ആ സമയത്ത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു, ജില്ലാ സെക്രട്ടറി. ആ സ്ഥാനം രാജിവെപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ ലോക്സഭയിലോട്ട് മത്സരിച്ചത്. അദ്ദേഹം തോറ്റു കഴിഞ്ഞാൽ ഒരു കീഴ്വഴക്കം CPMനുള്ളത്, പിന്നെ തിരിച്ച പാർട്ടി സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുക്കും. പക്ഷേ P ജയരാജന്റെ കാര്യത്തിൽ ആ സാധനം ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം മറ്റൊരു ഉദാഹരണം എടുത്ത് പറയുന്നത് MV ജയരാജന്റെ കാര്യം. അദ്ദേഹം ഇതേപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, മത്സരിച്ചു. ആ സമയത്ത് പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു, മത്സരത്തിൽ തോറ്റു കഴിഞ്ഞപ്പോൾ തിരിച്ച് അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുത്തു. പക്ഷേ P ജയരാജന് മാത്രം കൊടുത്തില്ല. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പരിഗണിക്കുമ്പോൾ പെടും. ഈ പറഞ്ഞ പോലെ P ജയരാജനെ മാത്രം പാർട്ടി ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ 100% സത്യമാണ്. P ജയരാജൻ എന്ന് പറയുന്നത് പിണറായി വിജയനേക്കാൾ ഏറ്റവും സ്വാധീനമുള്ള കണ്ണൂർ ജില്ലയിലെ CPM നേതാവാണ്. സാധാരണ അണികൾ P ജയരാജനാണ് അവിടെ ഏറ്റവും ബന്ധങ്ങളും പിന്തുണയും ഉള്ളത്. അദ്ദേഹത്തെ വടകരയിൽ കൊണ്ട് നിർത്തി അദ്ദേഹം ജയിക്കുമായിരുന്നു. പക്ഷെ പാർട്ടിക്കുള്ളിൽ പിണറായി വിജയന് ഏറ്റവും ബന്ധമുള്ള സ്ഥലമാണ് ഈ പറയുന്ന വടകര ഏരിയ എന്ന് പറഞ്ഞാൽ ധർമ്മടമടക്കമുള്ള സ്ഥലങ്ങൾ അതിൽ പെടും. തലശ്ശേരിയും ധർമ്മടമടക്കമുള്ള വോട്ടുകളാണ് അതിൻ്റെ അകത്ത് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. അപ്പം തലശ്ശേരി അങ്ങനെയുള്ള ഏരിയകളിലെ വോട്ടുകൾ മറയ്ക്കാൻ ആർക്ക് കഴിയും? പിണറായി വിജയന് കഴിയും. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും ഗുണ്ടാകളുടെ ഏറ്റവും ബന്ധങ്ങളുള്ള പിണറായി വിജയന്, അതിൽ MV ജയരാജനുള്ള എല്ലാവരും കൂടെ P ജയരാജനെ തോൽപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അതിൻ്റെ ഒരു പരാജയമാണ് 2019 ഇലക്ഷനിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്.
നമുക്കറിയാം കെ മുരളീധരൻ ശക്തനായ നേതാവാണ്. അദ്ദേഹം വന്നപ്പോൾ 10,000-കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലൊക്കെ. പക്ഷേ അതിനപ്പുറത്തേക്ക് പി ജയരാജന് ആത്മബന്ധമുള്ള ഒരു സ്ഥലമാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് തോൽക്കണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്ന് പിണറായി വിജയന്റെയും അതേപോലെ ഇത്തരം നേതാക്കന്മാരുടെ സംഘടിതമായ വോട്ട് മറിക്കൽ ഉണ്ടായിട്ടുണ്ട്. ആ വോട്ട് മറിക്കൽ ഒരു മണ്ഡലത്തിൽ നിന്ന് 10,000 വോട്ട് മറിച്ചാൽ എത്രയായി? 70,000 വോട്ട് പോയില്ലേ? ആ 70,000 വോട്ട് ആർക്ക് കുറയുന്നു? CPM-ന് കുറയുന്നു. 70,000 വോട്ട് ആർക്ക് കൂടുന്നു? കോൺഗ്രസിന് കൂടുന്നു. അപ്പൊ 70,000 എന്ന് പറയുമ്പോൾ 1,40,000 വോട്ടിന്റെ ബലമാണ്. 10,000 വോട്ട് മറിക്കാൻ പിണറായി വിജയൻ കഴിയും. അതേപോലെ MV ജയരാജൻ വിചാരിച്ചാൽ, അതായത് EP ജയരാജൻ വിചാരിച്ചാൽ കണ്ണൂരിൽ കഴിയും. അപ്പൊ അങ്ങനെ മറിച്ചിട്ടാണ് കൃത്യമായി പറഞ്ഞാൽ EP ജയരാജൻ അന്ന് പി ജയരാജനെ തോൽപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തോട് മര്യാദ കാണിച്ചില്ലേ പാർട്ടി? അദ്ദേഹത്തിന് സെക്രട്ടറി സ്ഥാനം കൊടുത്തില്ല. ഇപ്പൊ ഇതേ കെ ശൈലജയ്ക്കെതിരെ ഇതേ രീതിയാണ് പിണറായി വിജയൻ ചെയ്തത്. മട്ടന്നൂരിൽ 60,000 വോട്ടിന് ജയിച്ച അവർക്ക് അദ്ദേഹത്തിന് ഭീഷണിയാവുമെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? വെട്ടിമാറ്റി. അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. അവരുടെ ആരോഗ്യമന്ത്രി എന്ന നിലയിലുള്ള പേര് കൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ മന്ത്രിസഭ തന്നെ നിലനിന്നത്. അല്ല, പല ആരോപണങ്ങൾ കൊണ്ടും നിരന്തരമുള്ള ആരോപണമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അതിനെല്ലാം മറികടക്കുന്ന ഒരു വേവ് ഉണ്ടാക്കിയെടുത്തത് കോവിഡ് കാലത്തും നിപ്പ കാലത്തും കെ ശൈലജയായിരുന്നു. ആ ശൈലജ ടീച്ചറമ്മ എന്നുള്ള പേര് ജനങ്ങൾ സ്നേഹിച്ചു. അവർക്ക് ഭയങ്കര പിന്തുണയുണ്ടായി. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല ജനങ്ങളെ പിന്തുണയുള്ളതുകൊണ്ടായിരുന്നു 60,000 വോട്ടിന് അവർ മട്ടന്നൂർ ജയിച്ചത്. പിണറായി വിജയൻ 50,000 വോട്ടേ ധർമ്മടത്ത് വിജയം ഉണ്ടായുള്ളൂ. അപ്പൊ 10,000 വോട്ട് അധികം ഉണ്ടായപ്പോൾ പിണറായി വിജയൻ അതിന്റെ പേരിൽ തന്നെക്കാൾ പിന്തുണയുള്ള ഒരു നേതാവോ അവരെ വെട്ടിമാറ്റി, മന്ത്രിസ്ഥാനത്ത് മാറ്റി. ഒന്നിനും കൊള്ളാത്ത, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത വീണ ജോർജൻ എന്ന് പറയുന്ന ഒരാളെ, കുഴലൂത്തുകാരിയെ മന്ത്രിയാക്കി. എന്നിട്ട് എന്തായി? 5 വർഷം കൊണ്ട് കേരളം ആരോഗ്യരംഗം കുത്തഴിഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള പിണറായി വിജയന് ശൈലജ ടീച്ചറെ ഇത്തവണ എന്താ ചെയ്ത് ആലോചിച്ചു നോക്കൂ. ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിർത്താതെ എവിടെ പേരാവൂർ കൊണ്ട് നിർത്തി. ഇവിടെ പേരെന്താ? പേരാവൂരിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ആ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തേ പിണറായി വിജയൻ തൻ്റെ അടുത്തോടെ അവിടെ പോവാഞ്ഞ്? അത്ര തൻ്റെ ഇടമുള്ള ജനപിന്തുണയുള്ള ആളാണെങ്കിൽ പിണറായി വിജയനല്ലേ പേരാവൂർ പോയി ഏറ്റുമുട്ടേണ്ടത്? പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിക്കല്ലേ തൻ്റെ ഇടം ഉണ്ടാവേണ്ടത്? ഈ ശൈലജ ടീച്ചറെ മാത്രം എന്താണ് ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നത്? അപ്പൊ ഇതൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ തോതിൽ ഭിന്നിപ്പുണ്ട്. സാധാരണ അണികൾ പോലും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് V കുഞ്ഞികൃഷ്ണന് കൃത്യമായി ആ പാർട്ടിക്കുള്ളിൽ നടന്ന അപജയങ്ങളെ കുറിച്ച് കൃത്യമായി വിളിച്ചു പറഞ്ഞത്. അത് ജനം സ്വീകരിച്ചിരിക്കുന്നു, പാർട്ടി അണികൾ സ്വീകരിച്ചിരിക്കുന്നു. അത് പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നിപ്പ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അണികൾ കോൺഗ്രസിലേക്കാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, BJP-യിലേക്കല്ല. കാരണം V കുഞ്ഞികൃഷ്ണൻ കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് വന്നതോടുകൂടി ആ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. BJP-യിലേക്ക് ഒരു ഭാഗം പോകുന്നു. കണ്ണൂരിൽ BJP വളരേണ്ടതായിരുന്നു. പക്ഷെ BJP വളർച്ച ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ്? ഇവർ തമ്മിലുള്ള അന്തർലീനം സാധാരണ അണികൾ പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ആര്? BJP-യുടെ അണികൾ അംഗീകരിക്കുന്നില്ല, കോൺഗ്രസ് CPM-ലെ അണികളും അംഗീകരിക്കുന്നില്ല. അപ്പം BJP ബാന്ധവം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം 100% സത്യമാണ്. മാത്രമല്ല P ജയരാജനെ വെട്ടിമാറ്റിയതിന് പിന്നിൽ പിണറായിയും MV ജയരാജനും EP ജയരാജനും കൂടി ചേർന്നിട്ടാണ് എന്നുള്ള കാര്യവും സത്യമാണ്.